നേരം എല്ലാം നിർത്തിയും പോലെ പുലർന്നുകൊണ്ടിരിക്കെ ജനറേറ്ററിന്റെ ഗ്യാസ് ലൈൻ വാങ്ങാനെന്ന വിധന് ഞങ്ങളൊന്ന് കറങ്ങി. ആയിഷ, ഈ ഉണ്ടാക്കുന്ന ദോശയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. ഈ ദോശ മരുഭൂമിയിലെ ദോശയാണ്, മരുഭൂമിയിൽ മാത്രമേ കിട്ടുള്ളൂ. തടുത്തുകുടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഗ്രില്ലിംഗ്. ഇനി കുട്ടികളുടെ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ആണ്. ആറാമൂക്കും കിട്ടി, എല്ലാവർക്കും കിട്ടി, അടിപൊളി. കുട്ടികളുടെ ഈ സ്നേഹം അതാണ് മുതിർന്നവരും കണ്ടു മനസ്സിലാക്കേണ്ടത്. നമുക്ക് പിന്നെ ക്ഷമയില്ല, പൊളിച്ചയാണ്. നാട്ടിലുള്ള നമ്മളെ റൈബൺ മോന് ദീപികയുടെ വക. ഇതേ സമയം മറ്റൊരിടത്ത് ഡേവിഡിന്റെ സ്നേഹ സമ്മാനം ഗണേഷിന്. റജിൽ ബായുടെ ബോളിംഗിൽ, നിജാസിന്റെ ബാറ്റിംഗിൽ ചന്തി അയ്യോ കൊണ്ടിപ്പോച്ചളാ കൊണ്ടിപ്പോച്ച്. ഈ കലാരൂപത്തിന് എന്ത് പേരാണെന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ ഇത് കണ്ടിട്ടില്ല. ഓക്കെ, നിങ്ങൾക്കാർക്കും അറിയെങ്കിലും പറയൂ. ഇതെന്ത് ഗിഫ്റ്റ് പരിപാടിയാണെന്ന് മനസ്സിലാകുന്നില്ല. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി കുത്തുന്ന അടി ഉണ്ടാക്കിയിട്ട് എടുക്കുക. സംതിങ് ഫൺ, നല്ല രസമുണ്ട്. എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുക, എന്നിട്ട് അതിലൊരാൾ ഇടുക, ഓരോരുത്തർ കൊണ്ടുവന്ന് ഗിഫ്റ്റ് അതിൽ ഇടുക, എന്നിട്ട് അതിനടിപിടി വിടുക. ആർക്കാണോ കിട്ടുന്നത് അവർ ഭാഗ്യന്മാർ. അങ്ങനെയാണോ കണ്ടോ? നോക്കി എൻ്റെ പൊന്നോ, സംഭവം കുറെ നേരം ഞാൻ നോക്കിയിരുന്നു. സംഭവം കൊള്ളാട്ടോ, അടിപൊളിയുണ്ട്. റിയലി ഫൺ ആൻഡ് എൻ്റർടൈൻ. ഇവരുടെ ഒരുപാട് ഗെയിംസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത് കോപ്പി ചെയ്തുകൊണ്ട് നമ്മളെ ഓണപ്പരിപാടികളൊക്കെ കൊണ്ടാക്കാറുണ്ട്. അപ്പം അതുപോലെ ഒരു ഗെയിം ആവാൻ സാധ്യതയുള്ള ഒരു ഗെയിം തന്നെയാണിത്. ഒരിടത്ത് ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തടി അനങ്ങാണ്ടുള്ള പരിപാടിയാണ്. കണ്ടോ, നല്ല രസമുണ്ട്. എന്തായാലും റിയലി എൻജോയ്. നോക്കി എന്താ ഈ സാധനം, അയ്യോ കൊള്ളാം കൊള്ളാം, പൊളിയടി. കയ്യിൽ നിന്ന് പോയ ഡിജയ്ക്കും പൊളിഞ്ഞ ചണ്ടിക്കും ശേഷം ഊഞ്ഞാലുമായി ഗണേഷ്. ഇനി ഞങ്ങളുടെ ഫോട്ടോ സെക്ഷനാണ്. ആശാൻ പണി തുടങ്ങി. ഇതേ കിടക്കുന്ന വെട്ടിയിട്ട വായത്തിട്ട് പോലെ ക്ഷീണം കാണും. ഇതേ മറ്റൊരാശാൻ. ഈ സീൻ കണ്ടപ്പോൾ ആകാശദൂതിലെ ലാസ്റ്റ് ക്ലൈമാക്സ് ആണ് ഓർമ്മ വന്നത്. എല്ലാവരും ഞങ്ങൾ വിട്ടു പോയി ഗൈസ്. ലാസ്റ്റ് പാക്കപ്പിങ്ങിലാണ് തടത്തുകുടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പാക്കിങ്. ഈ വണ്ടിയിൽ ഇനി എന്തെങ്കിലും കൊള്ളു നോക്കുക. ഇജാസ് ചെറുപ്പത്തിൽ കോംപ്ലൈൻ കുടിക്കാത്തത് കൊണ്ട് അവൻ എവിടെയും നമുക്ക് പ്ലേസ് ചെയ്യാം. അങ്ങനെ 2025 ക്രിസ്മസ് പ്രോഗ്രാം ഇതോടെ അവസാനിച്ചിരിക്കുകയാണ്. ന്യൂ ഇയർ പരിപാടിയുമായി ഞങ്ങൾ എത്തുന്നതായിരിക്കും.